ഇന്നലെ നമുക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് വന്നു. നമ്മളൊരു കസ്റ്റമർ ഫോർച്യൂണർ എടുത്ത കസ്റ്റമർ ഡെലിവറി എടുത്ത് പോയതിനു ശേഷം കുറച്ച് കഴിഞ്ഞേക്ക് എന്നെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് എ സി വർക്ക് ചെയ്യണില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആകെ പൊടിച്ചു. എന്താണ് ബാക്ക് എ സിക്ക് കംപ്ലയിൻ്റ്? ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഈ ഫോർച്യൂണറിന് ഈ റിയർ കൂൾ എന്ന് പറഞ്ഞ സ്വിച്ച് ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൻ്റെ സെൻട്രൽ എ സി വർക്ക് ആവുള്ളൂ. അല്ലാതെ ഇന്നോവൻ്റെ ഒക്കെ പോലെ നമ്മൾ നേരെ കയറിയിട്ട് ഈ സ്വിച്ച് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബേജാറാവും, ഇതിൻ്റെ എ സി വർക്ക് ചെയ്യണമല്ലോ എന്ന് കരുതും. അപ്പോൾ ഇതിൻ്റെ ഈ സ്വിച്ചും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം, അപ്പോഴുള്ളൂ റിയർ എ സി വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2010 മോഡൽ 4x4 ഫോർച്യൂണർ ഫുള്ള് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്ത്, അലവിയിലടക്കം ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. A to Z ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്ത് നല്ല പ്രാഡോ ഗ്രില്ലൊക്കെ ചെയ്ത് ഒരു അടിപൊളി ഫോർച്യൂണറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതാണെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തരാം. 8,96,000 2 ലക്ഷം കിലോമീറ്റർ ഓടിയ കേരള രജിസ്ട്രേഷൻ ആയി കിടക്കുന്ന വണ്ടി. ഇതിന്മേൽ മേജർ ആക്സിഡൻറ്റോ ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ട ആൾക്കാർക്ക് ജസ്റ്റ് ഒരു കളർ ചേഞ്ചിങ്, ഒരു ബ്ലാക്കോ കാര്യങ്ങളൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയതാണ്. 5 വർഷത്തേക്ക് പുതിയ റിന്യൂവലുണ്ട്. 5 വർഷത്തേക്ക് പുതിയ റിന്യൂവൽ, ടാക്സ് കാര്യങ്ങളൊക്കെ 5 വർഷത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 2015 ഫോർച്യൂണർ എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് പരമായിട്ട് കിട്ടുക, അതുപോലെ തന്നെ 2015 വണ്ടി 2030 ഫിറ്റ്നസ് വരിക. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് കഴിഞ്ഞ വീക്കിലാണ് എടുത്തത്. 5 വർഷം കറക്റ്റ് ഇതിൻ്റെ ടാക്സും റിന്യൂവലും ഇൻഷുറൻസ് ഒരു വർഷത്തേക്കും ഒക്കെ പുതിയതുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോർച്യൂണർ നോക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സഫാരി കാർസുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.